പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 2.1 ആണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ് ദ 3 നാച്ചുറൽ നമ്പേഴ്സ് ആഫ്റ്റർ 10,999. 10,999 കഴിഞ്ഞിട്ട് വരുന്ന 3 നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ എഴുതണം. അപ്പോൾ നോക്കിയേ, ഈ നമ്പർ കഴിഞ്ഞിട്ട് വരുന്നതാണ് എഴുതേണ്ടത് അല്ലേ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്തത് നമ്പർ എന്തായിരിക്കും? ഇതിന്റെ കൂടെ 1ഉം കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ. ഇതിന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? 999ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ എന്തായിരിക്കും? 1000 ആയിരിക്കും. അപ്പം ഈ 10,000 എന്നുള്ളത് എന്താവും? 11,000 ആവും. മനസ്സിലായല്ലോ. 999ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ ഇതെന്താവും? 1000 ആവും. അതായത് ഈ 0 1 ആകും, ബാക്കി എല്ലാ നമ്പേഴ്സും 0 ആകും. അപ്പോൾ ഇതിന്റെ അടുത്ത നമ്പർ എന്താണ്? 11000. മനസ്സിലായല്ലോ. ഈ 9 എല്ലാം 0 ആകും, ഈ 0 1ഉമായി. ഇനി അടുത്ത നമ്പർ എഴുതാൻ നമുക്ക് ഈസിയാണ് അല്ലേ. ഈ 0 എന്താവും? 1 ആവും. 11001. അടുത്ത നമ്പർ 11002. ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് ഈസിയാണ് അല്ലേ. അപ്പം നമ്മൾ 10,999 കഴിഞ്ഞിട്ടുള്ള 3 നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ ഇവിടെ എഴുതി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, റൈറ്റ് ദ 3 ഹോൾ നമ്പേഴ്സ് ഒക്കറിംഗ് ജസ്റ്റ് ബിഫോർ 10,001. 10,001ന് ബിഫോർ വരുന്ന 3 ഹോൾ നമ്പേഴ്സ് നമ്മൾ എഴുതണം. എന്തൊക്കെയായിരിക്കും ഇതിന്റെ ബിഫോർ വരുന്നത്? ഇത് 10,001 ആണ്. അപ്പൊ ഇതിന്റെ ബിഫോർ ഉള്ള നമ്പർ ഏതായിരിക്കും? 10,000 ആയിരിക്കും. അത് നമുക്ക് എഴുതാൻ ഈസിയാണ്. നമ്മൾ 10,000 എഴുതി. ഇനി അടുത്ത വരുന്ന നമ്പർ എന്തായിരിക്കും? ബിഫോർ ആകുന്ന ഉടനെ 1 സബ്ട്രാക്ട് ആയാണ് വരുന്നത് അല്ലേ. ഇവിടെ ആഫ്റ്റർ ആയിരുന്നു. ആഫ്റ്റർ വരുന്നതെല്ലാം സക്സസർ ആണ്. നമ്പേഴ്സിന്റെ ബിഫോർ വരുന്നതെല്ലാം പ്രൊഡ്യൂസർ ആണ്. പ്രൊഡ്യൂസർ ആകുന്നോണ്ടേ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൽ നിന്ന് 1 സബ്ട്രാക്ട് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് 1 സബ്ട്രാക്ട് ആയപ്പോൾ നമുക്ക് 10,000 കിട്ടി. ഇനി ഇതിന്റെ ബിഫോർ ഉള്ളത് എഴുതണേ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ എന്തായിരിക്കും? ഇതെന്താണ്? സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ ആണ്. സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പറിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്ത് എന്തായിരിക്കും? ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. അതെന്താണ്? 9999. മനസ്സിലായല്ലോ. ഇത് ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിപ്പിച്ച കാര്യമാണ്. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇത് ഈസി ആയിരിക്കും കേട്ടോ. ഇനി ഇതിന്റെ ബിഫോർ ഉള്ളത് എഴുതാൻ നമുക്ക് ഈസിയാണ് അല്ലേ. 9998. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ഹോൾ നമ്പർ? ഏതാണ് സ്മോളസ്റ്റ് ഹോൾ നമ്പർ? ഏതാണ്? 0 ആണ് അല്ലേ. ഹോൾ നമ്പർ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ സ്മോളസ്റ്റ് ഹോൾ നമ്പർ ഈസ് 0. ഹൗ മെനി ഹോൾ നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 32 ആൻഡ് 53? 32നും 53ക്കും ബിറ്റ്വീൻ എത്ര ഹോൾ നമ്പേഴ്സ് ഉണ്ട്? അപ്പൊ ബിറ്റ്വീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 32ഉം 53യും നമ്മൾ കൗണ്ട് ചെയ്യത്തില്ല. അതിന്റെ ബിറ്റ്വീൻ ഉള്ളതേ വരത്തുള്ളൂ കേട്ടോ. അപ്പൊ 32 വരാതെ അത് കഴിഞ്ഞിട്ട് ഏതാണ്? 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53 നമ്മൾ കൗണ്ട് ചെയ്യത്തില്ല. എത്ര എണ്ണമായി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. എത്ര നമ്പേഴ്സ് വന്നു? 20 നമ്പേഴ്സ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? there are 20 ഹോൾ നമ്പേഴ്സ് ബിറ്റ്വീൻ 32 ആൻഡ് 53. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി നോക്കാതെ കണ്ടുപിടിക്കാൻ ഈസി ആയിട്ടൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിച്ചോണം. ബിറ്റ്വീൻ ആണെങ്കിൽ, ബിറ്റ്വീൻ വരുന്ന നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണെങ്കിൽ നോക്കിയേ, 32 ആൻഡ് 53 എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ 53 മൈനസ് 32 ചെയ്യണം. എന്ത് വരും? 3 - 2 is 1, 5 - 3 is 2, 21 വന്നല്ലേ. അപ്പൊ നമുക്ക് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്തപ്പോൾ 21 വന്നു. ഈ 21ൽ നിന്ന് നമ്മൾ 1 അങ്ങ് സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ എന്ത് വന്നു? 20 വന്നു.
ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അതായത് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ സബ്ട്രാക്ട് ചെയ്യണം. അത് ആ കിട്ടുന്ന ആൻസറിൽ നിന്ന് നമ്മൾ 1 സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് എത്ര കിട്ടിയത്? 20 കിട്ടി. ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ എന്തായിരുന്നു? 20 ആയിരുന്നു അല്ലേ? മനസ്സിലായല്ലോ? ഇങ്ങനെ നീളത്തിൽ എഴുതി നോക്കേണ്ട കാര്യമില്ല. ഇച്ചിരൂടെ വലിയ നമ്പേഴ്സ് ഒക്കെയാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡിൽ കണ്ടുപിടിക്കാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദ സക്സസർ ഓഫ്, ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ എല്ലാം സക്സസർ എഴുതണം. സക്സസർ എന്ന് വെച്ചാൽ എന്താണ്? ഇതിന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യണം അല്ലേ? അപ്പൊ ഇതിന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? 2 4 4 0 7 0. ലാസ്റ്റ് നമ്പറിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ അത് 2 ആയി. അടുത്ത് നോക്കിയേ 1 0 0 1 9 9. അപ്പൊ നോക്കിയേ ഇവിടെ 9 ആണ്. ലാസ്റ്റ് നമ്പർ 9 ആണെങ്കിൽ 1 ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ബാക്കിൽ കിടക്കുന്ന നമ്പറിന് ചേഞ്ച് വരും കേട്ടോ. അപ്പൊ നോക്കിയേ, അപ്പൊ നമുക്ക് 1 0 0. ഇവിടെ നോക്കിയേ, ഇവിടെ 9 ആണ്. അപ്പൊ നമ്മൾ 1 ആഡ് ചെയ്തു. ഇവിടെ 9 ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ നമ്പറും ചേഞ്ച് ആകും. അപ്പം 199 കൂടെ 1 ആഡ് ചെയ്താൽ എന്തായിരിക്കും? 200 ആയിരിക്കും. അപ്പൊ ഇത് മൊത്തത്തിൽ എന്തായി മാറും? 200 ആയിട്ട് മാറും. മനസ്സിലായല്ലോ? ഇനി നോക്കിയേ, ഈ നമ്പർ നോക്കിയേ, ഇവിടെ നോക്കിയേ, ഇവിടെ ഇത്രയും നമ്പർ 9 ആയല്ലേ? അപ്പൊ ഈ മൊത്തം നമ്പറും ചേഞ്ച് ആവും, ഈ നമ്പറിനും ചേഞ്ച് വരും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്കിവിടെ എന്തെഴുതാം? 1. ഈ 9 എല്ലാം ഇവിടെ നോക്കിയേ, ഈ 2 9ഉം എന്തായി? 0 ആയി. എന്നിട്ട് ഈ നമ്പറിനോട് നമ്മൾ 1 കൂടെ ആഡായി അല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? ഈ നമ്പേഴ്സ് എല്ലാം 0 ആവും, ഇവിടെ 1 ആവും. അപ്പൊ 1 1, ഈ 9 എല്ലാം 0 ആവും. 0 0 0 0 0. ഇനി അടുത്തത് നോക്കിയേ, ഇവിടെ 0 ആണ്. അതുകൊണ്ട് എന്താവും? ലാസ്റ്റ് ഡിജിറ്റ് മാത്രമേ മാറത്തുള്ളൂ, 1 വരും അല്ലേ? അപ്പൊ 2 3 4 5 6 7 1. റൈറ്റ് ദ പ്രൊഡ്യൂസർ ഓഫ് 94. 94 പ്രൊഡ്യൂസർ എന്താണ്? 1 സബ്ട്രാക്ട് ആകും. അപ്പൊ 94 നിന്ന് 1 സബ്ട്രാക്ട് ആയാൽ 93. ഇനി ഇവിടെ നോക്കിയേ, ഇതെന്താ? 10,000. 10,000 നിന്ന് 1 സബ്ട്രാക്ട് ആയാൽ എന്ത് വരും? ഇത് സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ ആണ്. സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പറിൽ നിന്ന് 1 സബ്ട്രാക്ട് ആയാൽ ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. ഇനി നോക്കിയേ, ഇവിടെ നോക്കിയേ, ഇവിടെ നിന്നും 1 സബ്ട്രാക്ട് ആകും അല്ലേ? 0 ആണ്. 0 നിന്ന് 1 സബ്ട്രാക്ട് ആകുമ്പോൾ ഇതിനും ചേഞ്ച് വരും അല്ലേ? അപ്പൊ 2080. 90ൽ നിന്ന് 1 സബ്ട്രാക്ട് ആയാൽ 89. ഇനി ഇവിടെ നോക്കിയേ, ഇത് 76543. ഈ 1ൽ നിന്ന് 1 സബ്ട്രാക്ട് ആയാൽ അത് 0 ആയിപ്പോ അല്ലേ? അപ്പൊ 321ൽ നിന്ന് ഈ 21ൽ നിന്ന് 1 സബ്ട്രാക്ട് ആയാൽ 20 ആകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് പേഴ്സ് ഓഫ് നമ്പേഴ്സ് സ്റ്റേറ്റ് വിച്ച് ഹോൾ നമ്പർ ഈസ് on the left of the other number on the number line. Also write them with the appropriate sign between them. നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പർ ലൈനില് ഒരു നമ്പറിന്റെ ലെഫ്റ്റിൽ വരുന്ന നമ്പർ ഏതാണെന്ന് പറയണം അല്ലേ? അപ്പൊ നോക്കിയേ, ലെഫ്റ്റിൽ വരുന്ന നമ്പർ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, 530503. ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വരച്ച് കാണിക്കാം. നമ്മൾ നമ്പർ ലൈൻ ഇങ്ങനെ വരച്ചാൽ ആദ്യം വരുന്ന നമ്പർ ഇതിൽ ഏതായിരിക്കും? സ്മോളസ്റ്റ് നമ്പർ ആയിരിക്കും ഇവിടുന്ന് വരുന്നത് അല്ലേ? 503 504 ഇങ്ങനെ എക്സെട്ര 530 വരെ വരും അല്ലേ? അപ്പൊ നോക്കിയേ, ഇതില് ലെഫ്റ്റില് ഒരു നമ്പറിന്റെ ലെഫ്റ്റിൽ വരുന്ന നമ്പർ. അപ്പൊ നോക്കിയേ, ഈ നമ്പറാണ് റൈറ്റിൽ കിടക്കുന്നത്. ഇതിന്റെ ലെഫ്റ്റിൽ വരുന്ന നമ്പർ ഏതാണ്? 503 ആണ് ലെഫ്റ്റിൽ വരുന്നത് അല്ലേ? ദ ഹോൾ നമ്പർ 503 ഈസ് ഓൺ ദ ലെഫ്റ്റ് ഓഫ് ദി ഹോൾ നമ്പർ 530 ഓൺ ദ നമ്പർ ലൈൻ അല്ലേ? 530യുടെ ലെഫ്റ്റിലാണ് 503 വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 530 ഈസ് ഗ്രേറ്റർ ദാൻ 503. ഇല്ലെങ്കിൽ എന്ത് പറയാം? 503 ഈസ് ലെസ് ദാൻ 530. അതായത് ലെഫ്റ്റിൽ വരുന്ന നമ്പർ ആയിരിക്കും സ്മോളർ, റൈറ്റിൽ വരുന്ന നമ്പർ ആയിരിക്കും ഗ്രേറ്റർ. ഇനി അടുത്ത് നോക്കിയേ, 370 307. ഇതിൽ ഏതായിരിക്കും ലെഫ്റ്റിൽ വരുന്നത്? ഗ്രേറ്റർ നമ്പർ ആയിരിക്കും റൈറ്റിൽ വരുന്നത് ഇല്ലേ? നമ്പർ ലൈനിൽ റൈറ്റിൽ വരുന്നത്. സ്മോളർ നമ്പർ ആയിരിക്കും ലെഫ്റ്റിൽ വരുന്നത്. അപ്പൊ ലെഫ്റ്റിൽ വരുന്ന നമ്പർ 307 ആണ്. അപ്പൊ നമുക്ക് എന്തെഴുതാം? 307 ഈസ് ലെസ് ദാൻ 370.
ഇതിനെ തിരിച്ചു വേണമെങ്കിൽ നമുക്ക് എഴുതാം 370 ഈസ് ഗ്രേറ്റർ ദാൻ 307 എന്ന് എഴുതാം കേട്ടോ. ഇവിടെ നോക്കിയാൽ ലെസ് ദാനും ഗ്രേറ്റർ ദാനും യൂസ് ചെയ്തപ്പോൾ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നോക്കിയേ, ഇതിലെ ഗ്രേറ്റർ നമ്പർ ഏതാണ്? ഇതാണ് അല്ലേ, 98765 ആണ് ഗ്രേറ്റർ നമ്പർ. 56789 ചെറിയ നമ്പറുമാണ് അല്ലേ. അപ്പം ലെഫ്റ്റിൽ വരുന്ന നമ്പർ ഏതായിരിക്കും? ചെറിയ നമ്പർ ആയിരിക്കും. ഈ നമ്പർ ആയിരിക്കും ലെഫ്റ്റിൽ വരുന്നത്. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 56789 ലെസ് ദാൻ 98765. ഈ നമ്പറിൽ നോക്കിയേ, ഇതിലേതാണ് ഗ്രേറ്റർ നമ്പർ? ഇതിന്റെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. 1 2 3 4 5 6 7. ഇതിൽ 7 ഡിജിറ്റ് ഉണ്ട്. ഇതിൽ 1 2 3 4 5 6 7 8. ഇതിൽ 8 ഡിജിറ്റും ഉണ്ട്. അപ്പൊ ഏതാണ് ഗ്രേറ്റർ? നമ്പർ ഓഫ് ഡിജിറ്റ് കൂടുതലുള്ള നമ്പറാണ് ഗ്രേറ്റർ അല്ലേ. അപ്പൊ ഈ നമ്പറാണ് ഗ്രേറ്റർ ആയിട്ട് വരുന്നത് അല്ലേ. അപ്പം ലെഫ്റ്റിൽ വരുന്ന നമ്പർ ഏതായിരിക്കും? നമ്പർ ലൈനിൽ ഈ നമ്പർ ആയിരിക്കും ലെഫ്റ്റിൽ വരുന്നത്. ഈ നമ്പർ റൈറ്റിലും വരും. ഈ നമ്പറിന്റെ ലെഫ്റ്റില് ഈ നമ്പർ വരും. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 9830415 ഈസ് ലെസ് ദാൻ 10023001. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആൻഡ് വിച്ച് ആർ ഫോൾസ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 0 ഈസ് ദ സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പറിൽ 0 ഉണ്ടോ? ഇല്ല. 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ 0 ഈസ് ദ സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അല്ല, ഇത് ഫോൾസ് ആണ്. 400 ഈസ് ദ പ്രെഡിസസർ ഓഫ് 399. 400 ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കിയേ. 400 ഈസ് ദ പ്രെഡിസസർ ഓഫ് 399. ശരിയാണോ? അല്ല. 400 ഈസ് ദ സക്സസർ ഓഫ് 399 എന്ന് പറഞ്ഞാൽ ശരിയായിരുന്നു അല്ലേ. ഇവിടെ പ്രെഡിസസർ ഓഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 399ന്റെ പ്രെഡിസസർ. അപ്പൊ എന്താണ്? 399 1 സബ്ട്രാക്ട് ചെയ്താൽ 400 കിട്ടുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണല്ലേ. 1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 400 കിട്ടുന്നത്. സോ ദിസ് ഈസ് ഫോൾസ്. 0 ഈസ് ദ സ്മോളസ്റ്റ് ഹോൾ നമ്പർ. അത് ട്രൂ ആണല്ലേ. ഹോൾ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 നിന്നാണ്. 600 ഈസ് ദ സക്സസർ ഓഫ് 599. 599ന്റെ സക്സസർ ആണ് 600. അത് ശരിയാണല്ലേ. ട്രൂ ആണ്. ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആർ ഹോൾ നമ്പേഴ്സ്. ആണോ? നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം ഹോൾ നമ്പേഴ്സ് ആണോ? ആണല്ലേ. നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 2 3 ആണ്. ഹോൾ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 1 2 3 ആണ് അല്ലേ. അപ്പൊ ഈ നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം ഹോൾ നമ്പേഴ്സിലുണ്ട്. സോ ദിസ് ഈസ് ട്രൂ. ഓൾ ഹോൾ നമ്പേഴ്സ് ആർ നാച്ചുറൽ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 നിന്നാണ്. നാച്ചുറൽ നമ്പറിൽ 0 ഇല്ല. അപ്പൊ എല്ലാ ഹോൾ നമ്പേഴ്സും നാച്ചുറൽ നമ്പർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ false. The predecessor of a 2-digit number is never a single-digit number. നോക്കിയേ, ഒരു 2-digit നമ്പറിന്റെ പ്രെഡിസസർ ഒരിക്കലും സിംഗിൾ ഡിജിറ്റ് നമ്പർ ആവത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നോക്കിയേ, 10 ഒരു 2-digit നമ്പറാണ്. ഇതിന്റെ പ്രെഡിസസർ എന്താണ്? 1 സബ്ട്രാക്ട് ചെയ്താൽ 9 വരും. നമുക്ക് സിംഗിൾ ഡിജിറ്റ് നമ്പർ കിട്ടി അല്ലേ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ് ആണ്. 1 ഈസ് ദ സ്മോളസ്റ്റ് ഹോൾ നമ്പർ. സ്മോളസ്റ്റ് ഹോൾ നമ്പർ ഏതാണ്? 0 ആണ്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. ദ നാച്ചുറൽ നമ്പർ 1 ഹാസ് നോ പ്രെഡിസസർ. അപ്പൊ ഈ പോയിന്റ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചായിരുന്നല്ലേ. 1ന് എന്തില്ല? പ്രെഡിസസർ ഇല്ല. നാച്ചുറൽ നമ്പർ 1ന് പ്രെഡിസസർ ഇല്ല. ഹോൾ നമ്പർ 1ന് എന്തുണ്ട്? പ്രെഡിസസർ ഉണ്ട്. അപ്പൊ നാച്ചുറൽ നമ്പർ 1ന് പ്രെഡിസസർ ഇല്ല. സോ ദിസ് ഈസ് ട്രൂ. ദ ഹോൾ നമ്പർ 1 ഹാസ് നോ പ്രെഡിസസർ. ഹോൾ നമ്പർ 1ന് എന്തുണ്ട്? പ്രെഡിസസർ ഉണ്ട്. അത് 0 ആണല്ലേ. അപ്പൊ ഇതെന്താണ്? ഫോൾസ്. ദ ഹോൾ നമ്പർ 13 ലൈസ് ബിറ്റ്വീൻ 11 and 12. 11ന്റെയും 12ന്റെയും ബിറ്റ്വീൻ ആണോ 13 കിടക്കുന്നത്? അല്ല. സോ ദിസ് ഈസ് ഫോൾസ്. ദ ഹോൾ നമ്പർ 0 ഹാസ് നോ പ്രെഡിസസർ. 0യ്ക്ക് പ്രെഡിസസർ ഇല്ലെന്ന്. ശരിയല്ലേ? അത് 0 കഴിഞ്ഞിട്ട് 0യുടെ പ്രെഡിസസർ എന്താണ്? -1 വരും അല്ലേ. -1 ഈസ് നോട്ട് എ ഹോൾ നമ്പർ. ദ സക്സസർ ഓഫ് എ 2-digit നമ്പർ ഈസ് ഓൾവേസ് എ 2-digit നമ്പർ. അപ്പൊ നോക്കിയേ, 99 ഈസ് എ 2-digit നമ്പർ. ഇതിന്റെ സക്സസർ എന്ത് വരും? 1 കൂടെ ആഡ് ചെയ്താൽ 3-digit നമ്പർ ആണ് വരുന്നത് അല്ലേ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ് ആണ്. മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ എക്സസൈസ് 2.1 ഫുള്ള് കഴിഞ്ഞു കേട്ടോ. ഇനി നെക്സ്റ്റ് പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.